രേണു ഇപ്പോ കീമോ കഴിഞ്ഞ് അവർക്ക് 32 എങ്ങാനുമാണ് ഇപ്പൊ വെയിറ്റ്. അവർ ICUയിലും വാർഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ കൃത്യമായി ഞാൻ അവയർനെസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഈ ക്യാൻസർ പേഷ്യൻസിന് ഈ മരുന്നുകൾ എങ്ങനെ നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ഇപ്പൊ രേണുവിന്റെ ആ ഒരു ബില്ല് എന്നെ ചുക്കി ചുളുങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ ബില്ലുകളൊക്കെ ഇവർക്ക് കൈവശം വെച്ച് മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഒപ്പും കാര്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഡിസ്കൗണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നേടാൻ കഴിയും. അവരിപ്പോ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ രേണുവിന് അസുഖം വന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാവരും നിരന്തരം പറയുന്ന കാര്യങ്ങളൊക്കെ അസുഖം മാറണം, അവര് രക്ഷപ്പെട്ടു വരണം എന്ന് തന്നെയാണെന്നുള്ളതാണ്. പക്ഷെ ചില ആളുകളൊക്കെ തെറ്റായ സന്ദേശങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഏത് കാലഘട്ടത്തിൽ ഏത് സമയം നിങ്ങൾ നോക്കണം എന്നുള്ളതാണ്. രേണുവിന്റെ കാട്ടിക്കൂട്ടലുകളും കോപ്രായത്തരങ്ങളും കാട്ടിക്കൂട്ടിയ സമയത്താണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അവരെ കുറിച്ച് പറയാൻ തുടങ്ങിയത് ഏത് സമയത്താണ്? കിച്ചുവിനെ അവർ വലിച്ചിട്ടത് കൊണ്ട് മാത്രമാണെന്നുള്ളത്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ ആരെയും സംസാരിക്കില്ല. ഇപ്പോഴും എന്റെ നിലപാടൊന്നും ഒരു പൊടിക്ക് ഞാൻ അങ്ങോട്ട് കൊണ്ട് മാറ്റിയൊന്നുമില്ല. എനിക്ക് അങ്ങനെ മാറ്റാൻ കഴിയൂല. കാരണം ഞാൻ ഒറ്റ തന്തക്ക് പറഞ്ഞതാണ്. അതുകൊണ്ട് അത് മാറ്റി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. രേണു പണ്ട് കാണിച്ചു കൂട്ടിയ ഒരു കോപ്രായത്തരത്തിന് ഞാൻ ഇപ്പോഴും ഒരു സപ്പോർട്ടും അല്ല, സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് ഇല്ലതാണ്. പക്ഷെ ഇപ്പൊ കുറെ ആളുകൾ ഇപ്പൊ അനീഷ് വ്ലോഗൊക്കെ തീരെ വ്യൂ ഇല്ല, അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് താങ്കൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. താങ്കൾ ഇത്രയും നാള് രേണു എന്ന് പറയുന്ന വ്യക്തിയെ അത്രമാത്രം ക്രൂശിച്ച ഒരു വ്യക്തിയാണ്. ഒറ്റയടിക്ക് അങ്ങോട്ട് മാറുമ്പോൾ ആളുകൾക്ക് താല്പര്യക്കുറവ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. താങ്കൾ താങ്കളുടെ നിലപാടിൽ കുറച്ച് മുന്നോട്ട് പോവുക. നിലപാടില്ലായ്മയാണ് താങ്കളുടെ മുതൽക്കൂട്ട് വെച്ചാൽ അത് അങ്ങനെ തന്നെ പോവുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ ചില ആളുകൾ. എനിക്ക് എന്തായാലും ഇതിൽ നിന്ന് മാറാനൊന്നും കഴിയില്ല. അപ്പൊ ഡാനി സത്യനൊക്കെ നിരന്തരം ചെയ്യുന്ന വീഡിയോസിൽ കർമ്മനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. എന്ത് കർമ്മ ബ്രോ? എല്ലാവർക്കും കിട്ടേണ്ട കർമ്മ എല്ലാവർക്കും കിട്ടും. അതിലൊന്നും മാറി നിന്നിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇത്രയും നാൾ ക്രൂശിച്ചതിന് എനിക്ക് കിട്ടി എന്നൊക്കെയാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ അവരൊരു പരാതി കൊടുത്തു, ഒരു കേസ് കൊടുത്തു എന്നുള്ളതാണ്. അതും ഞാൻ ജെനുവിനായിട്ട് തമ്പനയിലും വെച്ചിട്ട് ജെനുവിനായ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നതിനാണ് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. ചില ആളുകളൊക്കെ കേസ് വരുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് മാറിയതാണെന്നുള്ളൊക്കെ കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പൊ അനീഷൊക്കെ നിരന്തരമായിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് തന്നെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അവർ നല്ല രീതിയിൽ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ താങ്കൾ വിമർശിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെ? അത് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ താങ്കളൊക്കെ പൂർണ്ണമായിട്ടും രേണു ശരി, ബിഷപ്പ് ശരി എന്ന രീതിയിൽ മാത്രം പറയുമ്പോ ഇപ്പോ ശരി എന്ന് പറയുമ്പോ ബിഷപ്പിന്റെ കാര്യം എങ്ങനെയാണ് കൂട്ടിവെക്കുന്നത് എനിക്ക് പിടുത്തമില്ല. പിന്നെ നമുക്ക് ശത്രുവായിട്ട് തോന്നുന്ന ഒരാൾ എന്ത് ചെയ്താലും നമുക്ക് അത് മോശമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പൊ മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെഫീന ബീവി ചെയ്ത വീഡിയോ, ആ ഒരു വീഡിയോ ഭയങ്കര രീതിയിൽ വൈറലാവുകയും മഞ്ജു പിള്ളയുടെ മകള് വീണ്ടും രംഗത്ത് വന്നിട്ട് അതിനുള്ള മറുപടി തരികയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇത്രയും നാള് രേണുവിനെ കുറ്റം പറഞ്ഞിരുന്ന ആളുകളല്ലേ, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആളുകളൊക്കെ ഒറ്റയടിക്ക് മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രം ദി ബെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രേണുവിനെ ഇപ്പൊ ക്രൂശിച്ചിരുന്ന ആളാണ് ഇപ്പൊ അനീഷ് അടക്കമുള്ള ആളുകൾ, അല്ലെ? പല ആളുകളും. പക്ഷെ ഷെഫീന ബീവിയോടുള്ള ആ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് ഷെഫീന ബീവി ചെയ്ത് തെറ്റാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആത്മപരിശോധനയ്ക്ക് വിധേയമാവുന്നത് നല്ലതായിരിക്കും. അനീഷിനെ പോലെയുള്ള ഒരുപാട് ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ താഴോട്ട് നിങ്ങൾ ഇത്രയും നാൾ ക്രൂശിച്ചിരുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് പുനഃപരിശോധിച്ചാൽ കൃത്യമായി കാണാൻ കഴിയും. നിങ്ങളും ഇത്തരം വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്, ലൈവ് വീഡിയോസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടിട്ട ഒരു ഫോട്ടോയാണ് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഈ ഒരു കാര്യം വന്നപ്പോ ഒരു വെല്ലുവിളി എന്ന രീതിയിലൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ മോശമാണെന്ന് തോന്നിയിട്ടുണ്ട്. പല വിഷയത്തിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സംസാരിക്കാതിരുന്ന മനഃപൂർവ്വം തന്നെയാണെന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഫീന ബീവി പറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ഓവറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, അതിനൊന്നും സപ്പോർട്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഇതെന്റെ അവസരമാണ്. രേണുസുതിക്ക് എതിരെയാണ് ഇപ്പൊ ഷെഫീന ബീവി നിൽക്കുന്നത്. തീർച്ചയായിട്ടും എന്റെ അവസരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷൊക്കെ അത് എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ എന്റെ പൊന്നുമക്കളെ, അനീഷൊക്കെ മുന്നേ ചെയ്ത വീഡിയോസ് ഒക്കെ അവിടെ കിടക്കുന്നില്ലേ? മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആവുന്നത് എന്നുള്ളത്. രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസോ ഒക്കെ കൃത്യമായിട്ട് റിയാക്ട് ചെയ്ത ആളുകളല്ലേ നിങ്ങളൊക്കെ? ഒറ്റയടിക്ക് എങ്ങനെ മാറാൻ കഴിയുന്നത്? ഈ ഭയപ്പാട് കൊണ്ട് മാറുന്നതാണെങ്കിൽ എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ഭയമുള്ള ആളുകൾ എന്തിനാ അതിന് നിൽക്കുന്നത്? പിന്നെ സഭ്യമായ രീതിയിൽ, മാന്യമായ രീതിയിൽ ആണ് റിയാക്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാവരും എടുക്കണം നിർബന്ധമൊന്നുമില്ല. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, രേണു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലൂടെ തന്നെ കടന്നു പോകുന്നത്. ഹെർട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൃത്യമായി പറഞ്ഞതാണ്. ശരീരത്തിൽ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യും. ആളെ തിരിച്ചു കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ പോയത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദേഷ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണെന്നുള്ളതാണ്.
എനിക്ക് രേണുവിന് ഈ അസുഖം വന്നതിൽ യാതൊരു സന്തോഷവും ഇല്ല. ഇവര് നുണകൾ പറഞ്ഞ ആ ഒരു കാര്യങ്ങളോട് മാത്രമാണ് എനിക്കൊരു വെറുപ്പോ ഒരു വിദ്വേഷം ഉള്ളത്. അതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഒരു അസുഖം വന്നതിൽ എനിക്ക് ഭയങ്കര വിഷമം തന്നെയാണ് ഉള്ളത്. അപ്പൊ അത്തരം അസുഖങ്ങൾ വന്ന ആളുകൾ പറയുമ്പോഴും എനിക്ക് അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ എനിക്ക് ശബ്ദ സന്ദേശങ്ങൾ അയച്ചു തന്ന ആ പാവപ്പെട്ട ആ ഒരു രോഗികളായ ആളുകളില്ലേ, അവരൊക്കെ ശരിക്കും രോഗികളാണോ എന്ന രീതിയിലേക്ക് അനീഷേട്ടാ നിങ്ങളൊന്നും ചോദിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അവരൊക്കെ അത് കടന്നു പോയിട്ട് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. അവരൊക്കെ കൃത്യമായി രേണു പറഞ്ഞ പല വാക്കുകളിലുള്ള മിസ്റ്റേക്ക് കാരണമാണ് രംഗത്ത് വന്നതെന്ന് താങ്കളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. താങ്കളുടെ കുടുംബത്തിൽ ആർക്കോ ക്യാൻസർ ഉണ്ട് എന്നും താങ്കളുടെ ഭാര്യ അവരെ നോക്കാൻ വേണ്ടി പോയി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ താങ്കൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശങ്ങൾ അയച്ചു തന്ന ആളുകളൊക്കെ ജെനുവിൻ ആണ് എന്നുള്ളത്. മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതിന്റെ ഒക്കെ കൃത്യമായ ഡാറ്റ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആ രീതിയിൽ അവരോടും സമീപിക്കാൻ പറയുക, അതിന്റെ രീതിയിൽ പോയി എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും അസുഖം മാറട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അമ്മച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് കേൾക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നേക്കുന്നത് രേണുവിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറയാനാണ്. നിങ്ങളത് അറിയണം. നിങ്ങളേ ഉള്ളൂ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്റെ നല്ല കൂട്ടുകാരെ. ഇതിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവരെ ഞാൻ നിർബന്ധിക്കണില്ല കേട്ടോ. അവള് പല്ല് തയ്ക്കാൻ പോലും പറ്റാണ്ട് അത്രയ്ക്കും മോശപ്പെട്ട ഒരവസ്ഥയിൽ കൂടെയാണ് ഇപ്പൊ കടന്നു പോണത്. അവൾക്ക് ആരോഗ്യമേ ഇല്ല, കൈ പൊങ്ങണില്ല, ബോഡി ഫുൾ പെയിൻ, ചുരുണ്ടുകൂടി കിടക്കാണ്. 6 സൈക്കിൾ കീമോ കഴിഞ്ഞ ശേഷം അവൾക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ആ കീമോ സഹിക്കാനുള്ള ഒരു ആരോഗ്യം കൊടുക്കണമെന്ന് വേണം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ. പിന്നെ കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് പ്രായഭേദമന്യേ 90 വയസ്സായവർക്കും എന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് ഇത് നാളെ നിങ്ങൾക്കും വരാം. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജന്മത്തെ എല്ലാ പാവങ്ങളും തീരും. അത്രയ്ക്ക് മോശമായൊരു അവസ്ഥയിൽ കൂടെയാണ് രോഗികൾ കടന്നു പോകുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വരാൻ, ആരും പ്രതീക്ഷിക്കുന്ന ഒരു അസുഖം അല്ലത്. എത്ര വൃത്തിയുണ്ടെങ്കിലും എന്തൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്താലും ദൈവവിധി മാറ്റാൻ പറ്റില്ല. നല്ല വാക്കുകൾ സംസാരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവരും രേണുവിന് വേണ്ടിയിട്ട് ഒന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കണം. അതെ, അസുഖം വന്ന ആളുകളൊക്കെ റിക്കവർ ചെയ്ത് വരുമ്പോൾ തന്നെ അവർ ചെയ്ത തെറ്റുകളിലൊക്കെ അവർക്ക് മനസ്സിലാവുകയും പ്രായശ്ചിത്തം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കീമോ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സി ഞാനത് എടുത്തിട്ട് പോലുമില്ല. അത് വ്യക്തമായിട്ട് കണ്ടപ്പോൾ മനസ്സിലായതുകൊണ്ട് ഞാൻ ഒഴിവാക്കി എന്നുള്ളതാണ്. പിന്നെ മഞ്ജുപിള്ളയുടെ മകളുടെ വീഡിയോ എടുത്ത് ചെയ്യാതിരുന്നത് മനഃപൂർവ്വം തന്നെയാണെന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയ 3 ടൈപ്പാണ്. യൂട്യൂബിൽ ഇൻഫർമേറ്റീവ് ആയ വീഡിയോസ് മാത്രം കാണാൻ വരുന്ന ഒരുപാട് ആളുകൾ, ഇതേപോലെ തന്നെ ഫേസ്ബുക്കിൽ വ്യത്യസ്തരായിട്ടുള്ള കൂടുതൽ പ്രായമായ ആളുകളാണെന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നാൽ പോലും ഫേസ്ബുക്കിൽ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അതേപോലെ പേജുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. കൂട്ടമായിട്ട് മെസ്സേജുകൾ അയക്കാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിസം വാഴുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെയുള്ള അറ്റാക്കിങ്ങും അതിന്റെ നേരെയുള്ള സപ്പോർട്ടിങ്ങും വ്യത്യാസമാണെന്നുള്ളതാണ്. പക്ഷെ യൂട്യൂബിൽ അങ്ങനെയല്ല. പിന്നെ ഇൻസ്റ്റഗ്രാം ന്യൂജൻ ലെവലിലേക്ക് മാറിയ ഒരു സംഭവമാണ്. അതിൽ പുതിയ സാഹചര്യവും പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് കണ്ടിട്ടുള്ളത്. അതായത് പുരോഗമനം എന്ന് പറയാം. വസ്ത്രത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പുരോഗമനമാണ്. അവിടെ നമ്മൾ ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കാണുക. കാരണം ജെൻസെഡ്, ചെറിയ പയ്യന്മാര്, ചെറിയ പെൺകുട്ടികൾ, അതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ റിയാക്ട് ചെയ്യുന്ന ഇപ്പൊ ഷെഫീന ബീവിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. ഷെഫീന ബീവിയുടെ സ്വഭാവം കൊണ്ട് ഷെഫീന ബീവിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റയടിക്ക് അമ്മാവനും അമ്മായിയും ആക്കാൻ ഇവർ വലിയ താല്പര്യമാണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ചില കാര്യങ്ങളിലെങ്കിലും ഇവർ ഇപ്പൊ ചെറിയ ആളുകളായതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവില്ല എന്നുള്ളതാണ്. നമ്മളും ആ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ, നമുക്ക് ആ കാര്യങ്ങൾ അറിയുന്നതല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ടൈമിലെത്തുമ്പോൾ അവർ പല കാര്യങ്ങളും മനസ്സിലാക്കും. അപ്പോൾ ഇതിന് ഒരുപാട് വൈകിട്ടുണ്ടാവും എന്നുള്ളതാണ്. വസ്ത്ര സ്വാതന്ത്ര്യം, അത് നമ്മൾക്ക് നഗ്നത മറച്ചിട്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അത് കാണുന്ന ആളുകൾ എന്ത് കമന്റ് ഇടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്ത് റിയാക്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അസഭ്യവർഷമാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. കമന്റ് ബോക്സിൽ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ അഭിപ്രായം പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചില ആളുകൾ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ പബ്ലിക് ആക്കിയിട്ട് അത് ആരെങ്കിലും കണ്ട് ആരെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്ന രീതി കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു കണ്ടന്റ് പുറത്ത് വിടുമ്പോൾ ആ കണ്ടന്റിന് ആളുകൾ വേണമെങ്കിൽ നെഗറ്റീവ് പറഞ്ഞോട്ടെ, വേണമെങ്കിൽ പോസിറ്റീവ് പറഞ്ഞോട്ടെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം അത്തരം കമന്റുകൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. പിന്നെ എയറിൽ പോകാനും വൈറലാവാനും ആണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാനൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ മഞ്ജുപിള്ളയുടെ മകളുടെ ആ റിയാക്ഷൻ, അതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്കത് കണ്ടപ്പോ എന്താണ് ഈ കുട്ടി എന്ത് കാണിച്ചു കൂട്ടുന്നത് എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയോ വായ കൊണ്ട് കാണിച്ചു കൂട്ടുന്നുണ്ട്, കുറെ ഗോഷ്ടികൾ കാണിച്ചു കൂട്ടുന്നുണ്ട്, അതിന്റെ ഇടയിൽ ചെടി വളർത്തുന്നതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്കത് റിയാക്ട് ചെയ്യാൻ തന്നെ തോന്നിയില്ല. അവർ എങ്ങനെ ചെവക്കോട്ടെ എന്നാണ് തോന്നിപ്പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നാള് രേണുസുതിയെ കുറ്റം പറഞ്ഞിരുന്ന ആളുകളൊക്കെ, അല്ലെങ്കിൽ അല്ലാത്ത ആളുകളെ ദിയാകൃഷ്ണയേന് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഒറ്റയടിക്ക്
എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് 3 പ്ലാറ്റ്ഫോമുകളിലും വ്യത്യസ്തരായ ആളുകളാണ് എന്നുള്ളതാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. മറുപടി കൊടുക്കേണ്ടിടത്ത് കൊടുക്കുക, അല്ലാത്തിടത്ത് കൊടുക്കാതിരിക്കുക. അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. രേണുവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.